നോക്കൂ, ഇതാ റിപ്പബ്ലിക് ഡേ വരാൻ പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് അങ്ങ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളുണ്ടായിരുന്നു. ഏതായാലും അപ്രതീക്ഷിതമായി ലഭിച്ച അംഗീകാരത്തിന്റെ ഞെട്ടലാണ് കോഴിക്കോട് ചേമഞ്ചേരി ഗ്രാമം. ഇവിടുത്തെ നെയ്ത്ത് കേന്ദ്രത്തിലെ 2 ജീവനക്കാർ റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക അതിഥികളായി പങ്കെടുക്കുകയാണ്. നെയ്ത്തിന്റെ ഈ താളത്തിനൊത്ത് ജീവിക്കുന്നവരാണ് നെയ്ത്തു തൊഴിലാളികൾ. അവരിൽ നിന്ന് 2 പേരാണ് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പ്രത്യേക അതിഥികളായി ഡൽഹിയിലേക്ക് പോകുന്നത്. കമല ഷിംജിത്ത്, ശ്യാമള ബാലകൃഷ്ണൻ. 2 പേരും വളരെ ചെറുപ്പത്തിൽ തന്നെ ചേമഞ്ചേരി നെയ്ത്തുഗ്രാമത്തിലെത്തിയതാണ്. കുപ്പടം സാരി നെയ്ത്തിലാണ് കമല കഴിവ് തെളിയിച്ചത്. വളരെ ക്ഷമ വേണ്ടതാണ് കുപ്പടം സാരി നെയ്ത്ത്. ഒരു സാരി നെയ്തെടുക്കാൻ 7 ദിവസം വേണം. ഈ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമായാണ് ഈ നേട്ടത്തെ കമല കാണുന്നത്. സാരിയിൽ ചെയ്യുന്ന ഡിസൈനുകൾ എവിടെ നിന്നും കണ്ടുപഠിച്ചതല്ല, മനസ്സിൽ തോന്നുന്നതാണ്. അതിന് വലിയൊരു അത്ഭുതത്തോടെയാണ് ഇവിടെ എല്ലാവരും തന്നെ ചേമഞ്ചേരി പ്രദേശം തന്നെ നോക്കിക്കാണുന്നത്. കോഴിക്കോട് സർവ്വ സംഘത്തിന് കിട്ടിയൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൈൻ്റെ വെള്ളം കൊണ്ട് മാത്രം ചെയ്യുന്ന, വേറെ മെഷീനൊന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ ഖദറിൻ്റെ നൂലുകൾ മാത്രം കൈവിരലുകൊണ്ട് വെച്ച് എടുത്തിട്ട് നെയ്തെടുക്കുന്ന ഒരു സാരിയാണ് ഇത്. വർഷങ്ങളോളം ഉപയോഗിക്കാം, എത്ര തലമുറയ്ക്ക് വേണേൽ ഉപയോഗിക്കാം. കുപ്പടം മുണ്ടിലാണ് ശ്യാമളയുടെ കരവിരുത്. നല്ല ക്ഷമ വേണം. ഈ പൊട്ടി നൂലൊക്കെ നേർമ നൂലല്ലേ, അതൊക്കെ പൊട്ടിയതായാലൊക്കെ മുണ്ടിൽ തീരെ ഇതൊന്നും ഇല്ലാണ്ട് വരണമല്ലോ. നല്ല ശ്രദ്ധ വേണം ഇതിന്. കുപ്പടം സാരിക്കും മുണ്ടിനും ആവശ്യക്കാർ ഏറെയാണ്. ഈ ഒരു നേട്ടത്തിന് പിന്നാലെ കൂടുതൽ പേർ ഇത് ചോദിച്ച് എത്തുന്നുമുണ്ട്. കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ കീഴിലാണ് ചേമഞ്ചേരി നെയ്ത്തു കേന്ദ്രമുള്ളത്. ഈ കേന്ദ്രത്തിലെ മുഴുവൻ തൊഴിലാളികളുടെയും കൂട്ടായ്മയുടെ ഫലം കൂടിയാണ് ഈ നേട്ടം. അംഗീകാരം നെയ്ത്തുമേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷയും ഉണർവുമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് അതിജീവനത്തിന്റെ പാതയിലൂടെ കടന്നുപോകുന്ന ഈ മേഖലയ്ക്ക്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം മിഥില ബാലൻ, റിപ്പോർട്ടർ.